ഹലോ, ആ പപ്പ നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടോ? എന്തിനാ അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ആ ചേരിക്കാരാകെ ഇളകിയിരിക്കാം. ഹലോ. മിസ് ഗീതാവർമ്മ, ആ പപ്പൻ വലിയ പ്രശ്നക്കാരനാണെന്നാ പറയുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ശ്രദ്ധിക്കണം. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കും എന്നല്ലേ സർ? അറിഞ്ഞു. പപ്പൻ വലിയ VIP ആണോ തോന്നുന്നല്ലോ സർ. സാറ് വിളിച്ചപ്പോൾ അത് ബോധ്യായി. ഉടനെ വിട്ടേക്കാം സർ. വിത്തിൻ നോ ടൈം അവരെവിടെയുണ്ടോ അവിടെ ഈ ലെറ്റർ എത്തിയിരിക്കണം. ഓക്കെ ഓക്കെ, ചെല്ല. മേമിന് തരാനാണെന്ന് പറഞ്ഞ് ഈ ലെറ്റർ എന്നെ ഏൽപ്പിച്ചിട്ട് ഉടൻ തന്നെ അയാൾ പോയി. ഞാൻ രോഹിത് ഷായ്, ആഭ്യന്തരമന്ത്രിയുടെ സ്വന്തം അനിയൻ. നീ കളി നിർത്തിക്കോ, ഇല്ലെങ്കിൽ മോളെ ഇതായിരിക്കും നിന്റെ അവസ്ഥ. വളരെ കോൺഫിഡൻഷ്യലായ ചില രേഖകളാണ് ഇതിലുള്ളത്. മിസ് ഗീതാവർമ്മ അല്ലാതെ മറ്റാരും ഇത് കാണാൻ ഇടയാവരുത്. പുറത്തുനിന്ന് വലിയ സമ്മർദ്ദങ്ങളാണല്ലോ നിങ്ങളുടെ മാതൃകാ വനിതാ പോലീസ് സ്റ്റേഷന്, അല്ലേ? ഞങ്ങൾ അതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് സർ എടുത്തിട്ടുള്ളത്. വെരി ഗുഡ്. പിന്നെ ഞാൻ ഒരാഴ്ച സ്ഥലത്തുണ്ടാവില്ല, അതും വളരെ കോൺഫിഡൻഷ്യൽ ആണ്. മുഖ്യമന്ത്രി അറിയരുത്, അല്ലേ സർ? യു ആർ കറക്റ്റ്. ഓക്കെ, യു മേ ലീവ്. യെസ് സർ. പച്ചക്കറിക്കൊക്കെ എന്ത് വിലയാ? അത് പറയാതിരിക്കാ ഭേദം. തമിഴ്നാടിനെ ആശ്രയിച്ചിട്ടല്ലേ? അയ്യോ, പപ്പടം എടുക്കാൻ മറന്നു. എങ്ങടി നാടക്കാരെ കൊല്ലടേ. ഡോക്ടർക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. മരിച്ചുപോയാൽ ആ ഒരൊറ്റ ദുഃഖം മാത്രമേ ഉണ്ടാവൂ. പക്ഷേ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സത്യം അറിയുമ്പോൾ അത് എത്രമാത്രം ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് മേഡം ഒന്ന് ഓർത്തു നോക്കൂ. അങ്ങനെയുള്ളൊരു കുട്ടിയാണ് കവിത. കവിതയുടെ അസുഖത്തിന്റെ കാര്യം അച്ഛനും അമ്മയും അവൾ പോലും അറിഞ്ഞിരുന്നില്ല. അറിയിക്കരുതേ എന്നായിരുന്നു കവിതയുടെ രക്തബന്ധമില്ലാത്ത 4 സഹോദരങ്ങൾ എന്നെ അറിയിച്ചിരുന്നത്. കവിതയുടെ കൂടെയുള്ള ഡയാലിസിസിനും പിന്നെ വരാൻ പോകുന്ന മേജർ ഓപ്പറേഷനും വേണ്ടി പണം സ്വരുക്കൂട്ടുന്നതിനാണ് മണികണ്ഠനും അയ്യപ്പനും ഗോവിന്ദൻകുട്ടിയും മൈമുണ്ണിയും ചെറിയ ചെറിയ കളവുകൾ നടത്തിയിരുന്നത്. അവർ യഥാർത്ഥത്തിൽ കള്ളന്മാരല്ല, നല്ല മനസ്സുള്ളവരാ. അവൾക്കൊരു ആക്സിഡന്റ് പറ്റി. ഇപ്പോൾ കവിതയുടെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ് മാഡം. കവിതയെ ഒരു നോക്ക് കാണാൻ ആ 4 പേരെ ഉടൻ അനുവദിക്കണം, പ്ലീസ്.